വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടുകൊണ്ടിരുന്ന ഗോഡ് ഈസ് ഏബിൾ, ദൈവം ശക്തനാണ്, കഴിവുള്ളവനാണ് എന്നുള്ള സന്ദേശത്തിൻ്റെ തുടർച്ചയായ ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്നലെ ജന്മദിനം ആഘോഷിച്ച ഇടിക്കുള എബ്രഹാം. നമുക്കെല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിനായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇടിക്കുള എബ്രഹാമിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം വരെയും കർത്താവെ, നീ കാത്ത് സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നു. തന്നെ വ്യക്തിപരമായി ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. തൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ചയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാലും വ്യക്തിപരമായി തന്നെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ തൻ്റെ കുടുംബവും കർത്താവെ ചേർന്നുള്ള സകലവും കർത്താവെ തന്നിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. താൻ ഈ ഭൂമിയിൽ തുടർന്നുള്ള വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നത് അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഫാദർ, മേക്ക് ഹിം എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്, Lord, to so many people around the globe. ഞങ്ങളെല്ലാവരും ചേർന്ന് തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശമാണ് ഗോഡ് ഈസ് ഏബിൾ. ദൈവം നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഹീസ് എ ലാവിഷ് ഗോഡ്, ഈസ് എൻ ഏബിൾ ഗോഡ്, ഈസ് എൻ ഓംനിപൊട്ടൻറ്റ് ഗോഡ്. എന്ത് ചെയ്തു തരാനും ദൈവത്തിന് കഴിവുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗോഡ് ഈസ് ഏബിൾ ടു കീപ്പ് us ഫ്രം falling. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ കാക്കുവാൻ ദൈവം ശക്തനാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുറക്കുക. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിക്കണം. 0484422211 ആ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെട്ടാൽ സൗജന്യമായി നിങ്ങൾക്ക് ഒരു പുതിയ നിയമത്തിൻ്റെ പ്രതി ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. യൂദായുടെ ലേഖനം, ബൈബിളിലെ ഏറ്റവും അവസാന ഭാഗത്താണ് യൂദായുടെ ലേഖനമുള്ളത്. യൂദായുടെ ലേഖനം അതിലൊറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ തേജസ്സിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ മഹാസന്തോഷത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന്. 25, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിനു തന്നെ സർവകാലങ്ങൾക്ക് മുമ്പും ഇപ്പോഴും എന്നേക്കും തേജസ്സും മഹിമയും ബലവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ വാക്യത്തിൽ യൂദ എന്ന ഈ ദൈവഭൃത്യൻ വ്യക്തമായി പറയുന്നത്, യൂദ എന്ന് പറയുമ്പോൾ യൂദാസ് ഇസ്കറിയോത്താവാണ്, യേശുവിന് ഒറ്റിക്കൊടുത്ത ആളാണെന്ന് ആരും ചിന്തിക്കരുത്. പട്ടരമ്മച്ചി പറഞ്ഞു, യൂദ കെട്ടിത്തൂങ്ങിയൊക്കെ ചത്തെങ്കിലും ഒരു ലേഖനം എഴുതി വച്ചിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ചിന്തിക്കരുത്. ഇത് വേറെ അപ്പസ്തോലനാണ്. അദ്ദേഹം എഴുതുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ തേജസ്സിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അനേകരുടെയും ജീവിതത്തിൽ ഉള്ള ഒരു ഭയമാണ്, ഞാൻ വീണുപോകുമോ, ഞാൻ കൃപയിൽ നിന്നും വീണുപോകുമോ, വിശുദ്ധിയിൽ നിന്നും വീണുപോകുമോ, ഞാൻ പാപത്തിൽ വീണുപോകുമോ, എനിക്ക് ദൈവവിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരു വലിയ ഭയം പലരുടെയും അകത്തുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ താങ്ങി നിർത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. കാരണം ഹിസ് ഹാൻഡ്സ് ആർ മൈറ്റി ഹാൻഡ്സ്, ഹിസ് ഹാൻഡ്സ് ആർ സ്ട്രോങ് ഹാൻഡ്സ്. എല്ലാവരെയും താങ്ങി നിർത്തുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ കരങ്ങൾക്കുണ്ട്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുവാൻ തൻ്റെ ശക്തിയുള്ള വചനങ്ങൾക്ക് സാധിക്കുമെങ്കിൽ
അതേ വചനങ്ങളാൽ, അതുപോലെ ദൈവത്തിൻ്റെ കരത്താൽ നമ്മെ താങ്ങി നിർത്തുവാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് വീണുപോകുമോ എന്നുള്ളൊരു ഭയം ഇനി മുതൽ നമുക്കുണ്ടാകരുത്. ആ ഭയങ്ങളെ മാറ്റുവാനാണ് യൂദായുടെ ലേഖനം 24-25 വാക്യങ്ങൾ വചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു വാക്യം നമുക്ക് നോക്കാം. 2 തിമോത്തിയോസ് 1-12 വാക്യം. അതുകൊണ്ട് ഞാൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതെഴുതുന്നത് മറ്റൊരു അപ്പസ്തോലനാണ്, പൗലോസ്. പുതിയ നിയമത്തിൻ്റെ 1/3 എഴുതിയത് പൗലോസ് അപ്പസ്തോലനാണ്. അദ്ദേഹം വളരെ വ്യക്തമായി വലിയ കോൺഫിഡൻസോടുകൂടി പറയുന്നൊരു കാര്യം, തൻ്റെ ജീവിതത്തിൽ നിരവധി കഷ്ടാനുഭവങ്ങളിലൂടെ താൻ പോയി, എങ്കിലും ലജ്ജിക്കുന്നില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ കോൺഫിഡൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നോളജ് ഓഫ് ദ പേഴ്സൺ ഓൺ ഹൂം വി ബിലീവ്. നമ്മുടെ ധൈര്യം ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നാം ആരെയാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ കൂടുതൽ അറിയുന്നതിലാണ്, ആ വ്യക്തിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിലാണ് നമ്മുടെ ധൈര്യം ഇരിക്കുന്നത്. നമ്മുടെ ആ ആത്മവിശ്വാസവും ഉള്ളുറപ്പും ഇരിക്കുന്നത് അവിടെയാണ്. സോ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ എല്ലാവർക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല. ദൈവത്തെ കൂടുതൽ അറിയുന്തോറും ദൈവം ഇന്ന രൂപത്തിലാണ്, ദൈവം ഇന്ന പ്രകൃതക്കാരനാണ് എന്നറിയുമ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യമുണ്ടാകും. പൗലോസ് പറയുന്നത്, എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവം എനിക്കുള്ളതെല്ലാം അവസാനത്തോളം സൂക്ഷിക്കുവാൻ ശക്തനാണ്. ഇതുപോലെ സൂക്ഷിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഗോഡ് ഈസ് ദ ബെസ്റ്റ് കീപ്പർ. ഏത് കാര്യവും നാം ഭരമേൽപ്പിച്ചാൽ, കയ്യിലേക്ക് കൊടുത്താൽ ഏറ്റവും നന്നായി സൂക്ഷിക്കാൻ കഴിവുള്ളത് ദൈവമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഗോഡ് ഹാസ് ദ ബെസ്റ്റ് ലോക്കർ സിസ്റ്റം. നമുക്കുള്ള വിലപ്പെട്ട സാമഗ്രികളെല്ലാം ബാങ്കിൽ ലോക്കർ എടുത്ത് നമ്മൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നൊരു പതിവുണ്ട്. വീട്ടിൽ വെച്ചാൽ ഒരു പക്ഷേ കള്ളൻ കൊണ്ടുപോകും. ഇതൊന്നുമില്ലാതെ സുരക്ഷിതമായി ഇരിക്കുവാൻ വേണ്ടി ലോക്കറിൽ കൊണ്ടുപോയി നമ്മൾ വയ്ക്കാറുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് നാം കൊടുക്കുന്നതെങ്കിൽ പോറൽ പോലും ഏൽക്കാതെ, ആർക്കും എടുക്കുവാൻ കഴിയാതെ ദൈവം തൻ്റെ കൈകളിൽ ഭദ്രമായി സകലത്തെയും സൂക്ഷിക്കും. നമുക്കുള്ള സകലത്തെയും ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. അവൻ എനിക്കുള്ളതെല്ലാം വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ശക്തനെന്ന് എൻ്റെ അകത്ത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളൊരു ഉദാഹരണം നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത്, ചില സമയത്ത് അവരുമായി ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനൊരു കോയിൻ, ഒരു നാണയം എടുത്ത് കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കും. എന്നിട്ട് അവരോട് പറയും, തുറന്നെടുത്തോളാൻ പറയും. അവർ വരും. അവർ ഓരോ വിരലുകൾ ഭയങ്കര ശക്തി ഉപയോഗിച്ച് പതുക്കെ അവരിങ്ങനെ വിടർത്തും, അടുത്തത് വിടർത്തും. പക്ഷേ പിന്നത്തേത് വിടർത്തുമ്പോൾ ഇപ്പുറത്തേത് ഞാൻ അടച്ചു കളയും, അടുത്തത് അടച്ചു കളയും. അവരെത്ര ശ്രമിച്ചാൽ ഈ കോയിൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാനതിനെ ഇങ്ങനെ മുറുകെ പിടിക്കും. അവരെത്ര ശ്രമിച്ചാലും അത് കയ്യിലെടുക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നാം എന്തെങ്കിലും കൊടുത്താൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള വിരലുകൾക്കിടയിൽ നിന്നും ഒന്നിനും എടുത്തു കളയുവാൻ, അതിനെ എടുത്ത് മാറ്റുവാൻ സാധ്യമല്ല. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും
കൈവിടുകയില്ല. ആർക്കും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സാധിക്കുകയുമില്ല. അത്രത്തോളം ഉറപ്പുള്ളതാണ് ദൈവത്തിൻ്റെ കൈകൾ. സോ നമ്മുടെ മക്കളെ, നമ്മുടെ സമ്പത്തിനെ, നമുക്കുള്ള ആത്മാക്കളെ, നമുക്കുള്ള സകലവും, നമ്മുടെ ആത്മീയ ശുശ്രൂഷയെ എന്തും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. യേശു മരിക്കുന്ന സമയത്ത് തൻ്റെ പിതാവിനോട് താൻ പറയുന്നത്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞാണ് യേശു മരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ വരെ, നമ്മുടെ പ്രാണനെയും ജീവനെയും ജീവിതത്തെയും മറ്റാരുടെയും കയ്യിൽ നമുക്ക് ഏൽപ്പിക്കാൻ സാധ്യമല്ല. മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനെ വരെ ഭദ്രമായി ഏൽപ്പിക്കുവാൻ കഴിവുള്ള ആത്മാക്കളുടെ, സകല ആത്മാക്കളുടെയും ഉടമയാണ് നമ്മുടെ ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് എന്തും നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഒരിക്കലും ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, നിദ്രാഭാരം തൂങ്ങുന്നില്ല. അവൻ ഉറക്കം തൂങ്ങുന്നൊരു ദൈവമല്ല. നമ്മളൊക്കെ കുറേ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, കുറേ നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണിക്കും, ഉറങ്ങിപ്പോവും. ഒത്തിരി സ്ഥാപനങ്ങളുടെ മുമ്പിൽ വാച്ച്മെന്നെ നമ്മൾ നിർത്താറുണ്ടെങ്കിലും നമുക്കറിയാം കുറേ കഴിയുമ്പോൾ അവരും മനുഷ്യരാണ്, അവരൊക്കെ ഉറങ്ങിപ്പോവും. എന്നാൽ നാം എന്തെങ്കിലും ഏൽപ്പിച്ചാൽ ഉറങ്ങാതെ, മയങ്ങാതെ, കണ്ണിമയ്ക്കാതെ നോക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുപോലെ സുരക്ഷിതമായി ജാഗ്രതയോടുകൂടെ നോക്കുവാൻ സാധിക്കുന്ന വേറെ ആരും തന്നെ ഇല്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ അമ്മ കുറേയധികം ടർക്കി കോഴികളെയും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പറമ്പിലേക്ക് അതിനെ അഴിച്ചു വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നോക്കിക്കോളണേ. ഞാൻ ആ സമയത്ത് ബാലനായതുകൊണ്ടൊരു ബൾബ് എടുത്ത് ആ ബൾബിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഒക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് അതിൽ വെള്ളം നിറച്ച് അതിലൂടെ നോക്കുമ്പോൾ അതൊരു ലെൻസ് പോലെ പ്രവർത്തിക്കും. സോ അന്നത്തെ കൗതുകത്തിന് ഈ ലെൻസിൻ്റെ അകത്തൂടെ ഈ ടർക്കി കോഴികളെ കുഞ്ഞുങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതിനോടൊപ്പം കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അശ്രദ്ധമായി നിന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരു കീരി വന്ന്, എനിക്ക് ഈ ബൾബിൻ്റെ അകത്തൂടെ കാണാം, പക്ഷേ ബൾബിൻ്റെ അകത്തൂടെ ചെറുതായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു വലിയ ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ കീരി വന്ന് ഈ ടർക്കി കോഴിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞു. എന്നെ ഏൽപ്പിച്ചതാ, പക്ഷേ ഞാനവിടെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ആ കോഴിക്കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ഇതുപോലെയൊക്കെയുള്ള മനുഷ്യരുടെ കാര്യം. എത്ര സൂക്ഷിക്കാമെന്ന് പറഞ്ഞാലും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാലും ആ വാക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല, വാക്ക് മാറാത്തവനാ നമ്മുടെ ദൈവം. ഞാൻ ഈ പറയുന്ന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു വലിയ ഭാരവും ദുഃഖവും ഹെവിനെസ്സും എല്ലാം കാണും. നോക്കേണ്ട വ്യക്തികൾ നിങ്ങളെ നോക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കും, ഭാവിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. ഇതൊക്കെയായിരിക്കും ഒരുപക്ഷെ ചിന്തിക്കുന്നത്. ചില പെൺകുട്ടികൾ പിതാക്കന്മാർ നല്ലൊരു വിവാഹത്തിലേക്ക് നടത്തും, അങ്ങനെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് ചിന്തിച്ചൊക്കെ ഇരിക്കും. പക്ഷേ പിതാവ് ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കാതിരിക്കുമ്പോൾ എന്തു ചെയ്യും? എപ്പോഴും ഓർക്കണം, ഭൂമിയിലെ പിതാക്കന്മാർ പരാജയപ്പെടുമ്പോൾ സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്, അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു വരുന്നത്. ഒന്ന്, നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. രണ്ട്, നമുക്കുള്ളതിനെ നഷ്ടപ്പെടാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള അറിവാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. സോ ഇന്ന് വിശ്വസിക്കുക. ഒന്ന്, വീഴാതെ വണ്ണം നമ്മെ ദൈവം സൂക്ഷിച്ച് കാത്ത് പരിപാലിക്കും. പ്രലോഭനങ്ങളിൽ വീഴാതെ വണ്ണം. കർത്താവ് പറഞ്ഞു, പരീക്ഷകളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ.
നമ്മൾ ഉണർവോടെ വാച്ച്ഫുള്ളായി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമെങ്കിൽ ഒരിക്കലും വീണു പോകാതെ നമ്മെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പാപങ്ങളിൽ വീഴാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ, തെറ്റായ പാതയിലേക്ക് പോകാതെ ഒക്കെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. രണ്ട്, നമുക്കുള്ള ദൈവം തന്നിട്ടുള്ള കൃപകൾ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ, ദൈവം നമുക്ക് തന്ന കുടുംബം, ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത്, ദൈവം തന്നിട്ടുള്ള എന്തും തിരികെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് നാം പ്രാർത്ഥിക്കണം. ദൈവമേ, ഇത് അങ്ങ് തന്നതാണ്, അങ്ങയുടെ കൈകളിൽ തന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഐ എൻട്രസ്റ്റ് എവറിത്തിങ് വിത്ത് യു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കും. ഒന്നും നഷ്ടപ്പെടാതെ, എണ്ണത്തിൽ കുറയാതെ ദൈവത്തിന് നമുക്കുള്ളതിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയും. ഈ ഒരു ഉത്തമ വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യപൂർവ്വം കോൺഫിഡൻസോടുകൂടെ ഉള്ള ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് സാധിക്കൂ. ഇനി കോട്ടയം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ കേട്ട അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് നിങ്ങൾ ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ കാണാൻ പോകുന്നത്. ഉഷ എന്നൊരു സഹോദരി പത്തനംതിട്ടയിൽ നിന്നും വന്ന് പറഞ്ഞത് 50 വർഷമായി, എന്ന് വെച്ചാൽ ജനിച്ച സമയം മുതൽ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന 1/2 നൂറ്റാണ്ടെന്നോർക്കണം, പഴുപ്പ് വന്നിരുന്ന ആ സഹോദരി കർത്താവ് അത്ഭുതകരമായി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ദൈവം സൗഖ്യമാക്കി. കൂടാതെ അവരുടെ ബ്രസ്റ്റിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും കർത്താവ് സൗഖ്യമാക്കി. ഈ സാക്ഷ്യം കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സഹോദരിക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും കർത്താവിന് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആവശ്യം മറ്റൊന്നാകാം, രോഗസൗഖ്യമാകാം, എന്തുമാകാം. ബട്ട് ഗോഡ് ക്യാൻ ഡു സംതിങ് സ്പെഷ്യലി ഫോർ യു. ഇത് കണ്ടാലോ. ഈ ആന്റിയുടെ പേര് ഉഷ, പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഏകദേശം 50 വർഷത്തോളമായി, അതായത് ജനിച്ചപ്പോൾ മുതൽ ഈ ആന്റിക്ക് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജനുവരി 4-ാം തീയതി ബുധനാഴ്ച ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ അന്ന് ചെവിയിൽ പഴുപ്പ് വരുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ബ്രദർ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നത് നിന്നു. ഇപ്പോൾ പഴുപ്പ് ചെവിയിൽ നിന്നൊന്നും വരുന്നില്ല. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? ജനിച്ചപ്പോ തൊട്ട് ജനിച്ചപ്പോ മുതൽ എനിക്ക് ഓർമ്മയായപ്പോ തൊട്ട് എനിക്ക് ഇതുണ്ട്. ഏത് കാതിനാണ്? ഇടത്തെ കാതിൽ. ഈ ഇടത്തെ കാതിൽ നിന്ന് പഴുപ്പിങ്ങനെ പഴുപ്പിങ്ങനെ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു. അത് ഈ സമയം വരെ അങ്ങനെ വന്നോണ്ടേ ഇരിക്കുവായിരുന്നു. മാസ്റ്റർ എന്ന് പറഞ്ഞു എല്ലിന്റെ അസ്ഥിയുടെ ഇടയിൽ നിന്നും പഴുപ്പ് വരുന്നവരെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് കുറേശ്ശെ വന്ന് രാത്രിയായപ്പോ അത് കംപ്ലീറ്റ് നിന്നു. പിന്നെ ഇതേവരെ ഇല്ല. കാതിൽ നിന്നും പഴുപ്പ് വരുന്ന ആ രോഗത്തെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുമ്പോൾ അദൃശ്യമായ യേശുവിന്റെ കരങ്ങൾ വന്ന് ഈ സഹോദരിയെ തൊട്ട് പൂർണ്ണമായ സൗഖ്യം നൽകി. കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാൽ. അതുകൂടാതെ ബ്രദർ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഇടത് ബ്രസ്റ്റിന് വേദന ഉണ്ടായിരുന്നു. ഇതുപോലെ 7 മാസങ്ങൾക്ക് മുമ്പ് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നും തനിക്കൊരു ഹീലിംഗ് കിട്ടി. ഇപ്പോൾ ബ്രസ്റ്റിന് വേദനയൊന്നുമില്ല, കുത്തലും എല്ലാം മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇടത്തെ ബ്രസ്റ്റിന് പെയിൻ ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. ഈ ക്യാൻസർ വന്നാ മരിച്ചത്. അപ്പൊ ഈ ഇടത്ത് മാറിന് ഇതുപോലെ കുത്തും വേദന ആരംഭം നമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ സംഭവിച്ചു. ഞാൻ ആശുപത്രിയിലൊന്നും പോയിട്ടേ ഇല്ല ടെസ്റ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു യേശു മാറ്റുവാനേ മാറ്റട്ടെ, അല്ലെങ്കിൽ എനിക്ക് മാറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് യേശു മാറ്റുന്നു. യേശുവിനോട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു, കർത്താവിനോട് പറഞ്ഞു സാക്ഷ്യം പറയാമോ. യേശുവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. കൈകൾ നീട്ടി ഈ സഹോദരി ഒന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാവരും ചേർന്ന്, കർത്താവേ, ഇന്ന് ഏഴംകുളത്ത് നിന്നും ഇവിടെ വരെ യാത്ര ചെയ്ത് യേശുവിനെ ഉയർത്താൻ വേണ്ടി ഇവൾ വന്നത് കൊണ്ട് ഇവളെ കർത്താവ് ഉയർത്തണമേ. തിരുനാമത്തിൽ ഈ സഹോദരിയെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത എഡിക്കുള ഏബ്രഹാമിനോട് ലോകം എമ്പാടുമുള്ള എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ വ്യൂവേഴ്സിൻ്റെയും പേരിൽ, കർത്താവ് യേശുവിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉഷ എന്ന സഹോദരിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച അതേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വാട്ട് യു നീഡ് ഈസ് ഫെയ്ത്ത്. വിശ്വാസത്തോടുകൂടെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
വലിയ അനുഗ്രഹത്താൽ കർത്താവെ അങ്ങ് ജനത്തെ നിറയ്ക്കുമാറാകണമേ. പ്രത്യേകിച്ച് രോഗങ്ങളാൽ വർഷങ്ങളായി പ്രയാസപ്പെടുന്നവർക്കായി ഞാൻ ഈ സമയത്ത് പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അദൃശ്യമായ അങ്ങയുടെ കൈകൾ ഈ സമയത്ത് കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വയ്ക്കണമേ. കുരിശിൽ യേശുവെ അങ്ങയെ തറച്ചപ്പോൾ, അതിനുശേഷം ആ ആണിയിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ അങ്ങയുടെ കൈകളിൽ ദ്വാരങ്ങൾ വീണു, രക്തവും വെള്ളവും അതിലൂടെ ഒഴുകി. അതേ കൈകൾ, ഞങ്ങൾക്ക് വേണ്ടി തറയ്ക്കപ്പെട്ട അതേ കൈകൾ ഇന്ന് കർത്താവെ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ വെച്ച് വലിയ വിടുതലുകൾ അയക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മൈഗ്രെയിൻ എന്ന രോഗത്താൽ വളരെ പ്രയാസപ്പെടുന്നു. ഇടയ്ക്ക് ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൊമിറ്റ് ചെയ്യുന്നു, ചില ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകുകയാണ്. അതുപോലെ മൈഗ്രെയിൻ എൻ്റെ പ്രശ്നമുള്ളൊരു വ്യക്തിയെ, ഒന്നല്ല പല വ്യക്തികളെ, ആ മൈഗ്രെയിൻ പ്രശ്നത്താൽ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് ഇന്ന് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികളിപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രസ്റ്റിൽ ലംബുള്ള ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ഷോൾഡറിൽ പ്രശ്നമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഷോൾഡർ ബ്ലേഡിൽ പ്രശ്നമുള്ളവർ, അതുപോലെ ഷോൾഡർ മുതൽ കൈയിലേക്കൊക്കെ വേദനയുള്ളവർ, കൈ ഉയർത്താൻ കഴിയാത്തവർ, അങ്ങനെയുള്ളവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ രോഗസൗഖ്യം ഇപ്പോൾ അവരിലേക്ക് വന്നു ചേരട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ അത്ഭുതം അവർ കാണട്ടെ. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ഫാദർ. അതുപോലെ അൾസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസിഡിറ്റി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭക്ഷണം കഴിക്കാതിരുന്നാൽ അകത്തിങ്ങനെ ഭയങ്കര പ്രയാസവും ഗ്യാസ് ഫോർമേഷൻ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെയിൻ, ഇതുപോലെ വയറിനകത്ത് വലിയ അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. പാൻക്രിയാസിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഗോൾ ബ്ലാഡറിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രായമുള്ള ചില സഹോദരന്മാരെയാണ് കർത്താവ് കാണുന്നത്. വലിയ സൗഖ്യം ഇപ്പോൾ നടക്കുന്നു. അതുപോലെ തന്നെ ചില കുട്ടികളെയും കർത്താവിനെ കാണിക്കുന്നു. ഷുഗർ പ്രോബ്ലമുള്ള കുട്ടികൾ, നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും. ചില 8 വയസ്സോ 9 വയസ്സോ 10 വയസ്സോ അതിൽ താഴെയൊക്കെയുള്ള ആ റേഞ്ചിലുള്ള കുട്ടികൾ, പക്ഷേ ഷുഗർ പ്രോബ്ലം ഉണ്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ഫാദർ. ദൈവികമായ വിടുതൽ കർത്താവെ അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. വലിയ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. താങ്ക് യു ലോർഡ്. കാൽമുട്ടിൽ വലിയ വേദന അനുഭവിക്കുന്ന വ്യക്തികൾ, നീരും വേദനയും, നിങ്ങളുടെ കാലുകൾക്ക് നിങ്ങളുടെ ബോഡി താങ്ങാൻ കഴിയുന്നില്ല, അതുപോലെ പെയിൻ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രോഗങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യമാകാം. താങ്ക് യു ലോർഡ്. അതോടൊപ്പം തന്നെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും, കർത്താവെ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ, എൻ്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ, ഞാൻ മാനസാന്തരപ്പെട്ട് ഇന്നു മുതൽ രക്ഷകനായി ജീവിക്കുവാൻ തീരുമാനിക്കുന്നു, എന്നെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അങ്ങനെ ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മരണശേഷം നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് യേശുവിനോടൊപ്പം ജീവിക്കുവാൻ പോകുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ സാമ്പത്തിക വിടുതലുകൾക്കായി, വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറേണ്ടതിനായി, മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിച്ച് ഈ സമയത്ത് ജനത്തെ ഞങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തുടർന്ന് ബൈബിൾ ആൻഡ് യു എന്ന ബൈബിൾ സ്റ്റഡിക്കുള്ള ആ പ്രോഗ്രാമിലേക്ക് പോകാം. ഇന്നത്തെ സന്ദേശം ഞാൻ നാളെ വീണ്ടും തുടരുന്നതായിരിക്കും. അതുകൊണ്ട് നാളെ ഈ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ചോദ്യം ഇതാണ്: ശിഷ്യന്മാർക്ക് വേണ്ടി പണസഞ്ചി സൂക്ഷിച്ചത് ആരാണ്?
ഞാൻ ആവർത്തിക്കാം. ശിഷ്യന്മാർക്ക് വേണ്ടി പണസഞ്ചി സൂക്ഷിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ യൂദ, ബി മത്തായി, സി തോമസ്, ഡി ശീമോൻ. ഞാൻ ആവർത്തിക്കാം. ശിഷ്യന്മാർക്ക് വേണ്ടി പണസഞ്ചി സൂക്ഷിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ യൂദ, ബി മത്തായി, സി തോമസ്, ഡി ശീമോൻ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയച്ചവരിൽ നിന്ന് 5 പേർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ബൈബിൾ ന്യൂയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.